കഴിഞ്ഞ ദിവസം ഒരു കാർ ഗറാഷിൽ പോയതാണ്. അപ്പോൾ അവിടെ സാധാരണ രീതിയിൽ അതൊരു കാർ ഗറാഷാണ്. പക്ഷെ അവിടെ കുറച്ച് സ്കൂട്ടറുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓയിൽ ചേഞ്ചൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്, കാർ വർക്ക്ഷോപ്പ് കൂടാണ്ട്. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിയുമ്പോൾ അവിടെ 4 ഇരുമ്പലമാരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെറുതെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ അത് പെയിൻറ്റിങ്ങിന് വന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കാർ ഗറാഷിൽ ഇതൊക്കെ ചെയ്യേണ്ടപ്പോൾ പുള്ളി പറഞ്ഞത് ജീവിക്കണ്ടേ എന്നാണ്. നമ്മൾ ചെയ്യുന്നതൊരു റഷ്യൻ ബിസിനസ് ആണെങ്കിൽ നമ്മുടെ ആ ബിസിനസ് 100% ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമേഴ്സാണ്. നമ്മൾ വെറും കസ്റ്റമേഴ്സ് അല്ല, നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആണ് നമ്മളുടെ ബിസിനസ്സിനെ മുമ്പോട്ട് നയിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ആ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എല്ലാവരും സർവീസ് ചെയ്ത് നമ്മൾ എങ്ങും എത്തുന്നില്ല. ഇത്രയും വൈവിധ്യപൂർണമായ സർവീസൊക്കെ ഈ പുള്ളി കൊടുത്തിട്ടും ഈ പുള്ളിക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ലെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ആ ബിസിനസ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ലല്ലോ. കാരണം കാശ് കൊടുത്ത് ഞാനൊരു സർവീസ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ കാശ് വാങ്ങിക്കുക എന്നാൽ എനിക്ക് സമയത്തിന് സർവീസ് തരാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്നാൽ പുള്ളി ലോകത്ത് ചെയ്യാത്ത വർക്കുകൾ ഇതിൽ സകല കലാവല്ലഭനെന്ന് പുള്ളി തന്നെ ധരിച്ചിരിക്കുന്നു. പക്ഷേ ആ സകല കലാ പ്രാഗൽഭ്യം കൊണ്ട് യഥാർത്ഥ ടാർഗറ്റ് ഓഡീസിന് യാതൊരുവിധ ഗുണങ്ങളുമില്ല. നമ്മൾ എടപ്പള്ളി ജംഗ്ഷനിൽ, അതായത് ലുലു മാളിൻ്റെ ജംഗ്ഷനിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവിടെ നോർത്ത് ഇന്ത്യസ് ഐറ്റംസ് വിൽക്കാൻ വേണ്ടി നമ്മളടുത്ത് വരാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ ടാർഗറ്റ് ചെയ്യുന്നത് അവർ കാറുകളെയും പ്രത്യേകിച്ച് കുട്ടികളുള്ള കാറുകൾ മാത്രമാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യുക. അവിടെ ഇഷ്ടംപോലെ വാഹനങ്ങൾ, ബസ്സുകളോ പബ്ലിക് ട്രാൻസ്പോർട്ട് വണ്ടികളൊക്കെ ചെല്ലുന്നുണ്ട്. അവരാരും നിങ്ങളുടെ അടുത്ത് വരിക പോലുമില്ല. ഞാൻ നിരന്തരം ചിലപ്പോൾ കാറിലും കൂടുതൽ സമയം എ സിയിലും ചെല്ലാറുള്ളതുകൊണ്ട് കാറിൽ ചെല്ലുമ്പോൾ ഇവർ നമ്മുടെ ചെല്ലുമ്പോൾ മുട്ടും. എ സി ചെന്നുമ്പോൾ അവർ മൈൻഡ് വെക്കില്ല, 2 വീലറിനെ മൈൻഡ് വെക്കില്ല, ബസ്സിനെ മൈൻഡ് വെക്കില്ല. അവർക്കറിയാം 10 പേരെ സമീപിച്ചാൽ 30% ആൾക്കാർ മാത്രമേ 3 പേരെ വാങ്ങിക്കുള്ളൂ. ഈ കാണുന്ന 10 പേരിൽ ഈ വക ഗുണമില്ലാത്തവരാണെങ്കിൽ ആരും വാങ്ങിക്കില്ല. അപ്പോൾ അവർ ടാർഗറ്റ് ചെയ്യുന്ന കാശ് അതേപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ബിസിനസ് ക്വാളിറ്റി നമുക്കേ അറിയുള്ളൂ. ആ ക്വാളിറ്റിക്ക് നമുക്ക് ചിലപ്പോൾ കാശ് കൂടുതൽ മേടിക്കേണ്ടി വരാം. അപ്പം നമ്മളുടെ വാല്യൂ കൂടുതലായിരിക്കും. ഇത് കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ കാശ് കൂടുതലാണ്, അതിന് കാരണം ഇന്നതാണെന്ന് അവൻ അറിഞ്ഞാൽ അവൻ അഫോർഡബിൾ അല്ലെങ്കിൽ അവൻ നമ്മുടെ അടുത്തേക്ക് വരില്ല. നമ്മളെന്തുകൊണ്ടാണ് എല്ലാവരും റോൾസ് റോയ്സ് വാങ്ങിക്കാത്ത? അഫോർഡബിൾ അല്ലാത്തതുകൊണ്ടാണ്. അപ്പം നമ്മുടെ സർവീസ് നമ്മുടെ കസ്റ്റമർക്ക് അഫോർഡബിൾ ആണെങ്കിൽ മാത്രം നമ്മളത് ഓഫർ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ കണ്ണടച്ച് 100% പേർക്കും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദുരനുഭവങ്ങളേ ഉണ്ടാവുള്ളൂ. ടൂൾ വണ്ടിയുടെ ജാക്സിൻ്റെ സർവീസിനെ കേസ് എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, നമ്മുടെ സർവീസ് കോസ്റ്റ് കൂടുതലാണ്, പക്ഷേ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അതിൽ താഴെ സർവീസ് നൽകുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ക്വാളിറ്റി വേണമെങ്കിൽ മാത്രം നമ്മളെ വിളിച്ചാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് യുക്തം പോലെ തീരുമാനിക്കാം. കാരണം എല്ലാവരുടെ സമയം വിലപ്പെട്ടാണ്, നിങ്ങളുടെയും നമ്മുടെയും. നമ്മുടെ ബിസിനസ് യഥാർത്ഥ കരങ്ങളിലാണ് എത്തിച്ചേരുന്നത് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്.